നമസ്കാരം. കൈരളി ഓൺലൈൻ മന്ത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മേസ് വർക്ക്ഷോപ്പ് എല്ലാവരും പരിശീലിച്ചു എന്ന് വിശ്വസിക്കുന്നു. മേസ് വർക്ക്ഷോപ്പിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നു മുതൽ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ 9ാം ക്ലാസ്സിലെ ഗണിത വിഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 6ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ് ദശാംശ സംഖ്യകൾ. ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമുള്ള കാര്യങ്ങൾ നമ്മൾ മേസ് വർക്ക്ഷോപ്പിലും അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യയിലോട്ട് എത്തുന്നത്. അപ്പൊ എന്താണ് ദശാംശ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ദശാംശം കൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യകൾ, അതായത് എന്താണ് ദശാംശത്തിന് ശേഷം അല്ലെങ്കിൽ ഒന്നിനേക്കാളും ചെറിയ സംഖ്യകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ദശാംശ സംഖ്യകള് ഭിന്നസംഖ്യകളുടെ ചെറിയ രൂപമാണെന്ന് നമ്മൾ മേസ് വർക്ക്ഷോപ്പിൽ പരിചയപ്പെട്ടായിരുന്നു. അപ്പോ ഒരു ദശാംശ സംഖ്യ 0.625. അപ്പൊ മുന്നിൽ ഞാനൊരു 0 സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ 0ത്തിന് ഇവിടെ വില ഇല്ല. നമ്മൾ 0ത്തിന്റെ വിലയെ കേസ് പറഞ്ഞായിരുന്നു. പൂർണ്ണമായ ഒരു സംഖ്യ വരുമ്പോ വലതുവശത്തേക്ക് വരുമ്പോ 0ത്തിന് വിലയില്ല. ദശാംശത്തിന് ശേഷം ഇടത്തേക്ക് 0 ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ അതിനും വിലയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 0.625 എന്ന് പറയുന്ന ഒരു ദശാംശം നോക്കുകയാണ്. അപ്പൊ ഈ ദശാംശത്തിന്റെ ഭിന്ന രൂപം എഴുതാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചെയ്യുന്നത് ദശാംശം ഒഴിവാക്കി ആ സംഖ്യ നമ്മൾ എടുത്തെഴുതുന്നു. ആ സംഖ്യ എടുത്തതിന് ശേഷം ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എത്ര സ്ഥാനം, ദശാംശം കഴിഞ്ഞ് വലതുവശത്തേക്ക് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കും. 1, 2. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 1/2 അല്ലെങ്കിൽ 2 പറയുന്ന ഒരു ഭിന്നസംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ ഭിന്നസംഖ്യയെ സാധാരണ രീതിയിൽ ദശാംശമാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ 1 പറയുന്ന അംശത്തെ ഛേദം കൊണ്ട് ഭാഗിക്കുന്നു. ഛേദം കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1നെ 2 കൊണ്ട് ഭാഗിക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. അതുകൊണ്ട് ദശാംശ സ്ഥാനം കൊടുക്കുന്നു, ഒരു 0 കൊടുക്കുന്നു. 5, 2, 10 ശിഷ്ടം 0. അപ്പൊ അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്, 0.5. അപ്പൊ പോയിന്റ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയ്ക്ക് വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒരു 0 ഫ്രണ്ടിൽ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഭിന്നസംഖ്യയെ എന്ത് ചെയ്യാൻ ദശാംശ രൂപമാക്കുന്നതിന് പഠിച്ചു. അപ്പോ ഇനി കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, 10ന്റെ ഛേദങ്ങളായാൽ 10ന്റെ ഘടകങ്ങളായ 10ന്റെ ഛേദങ്ങളായല്ല 10ന്റെ ഘടകങ്ങളായ ഭിന്നസംഖ്യകളാക്കാൻ പോകുന്നു. അപ്പൊ അതായത് ഛേദം നമ്മൾ എന്ത് ചെയ്യുന്നു, 10ന്റെ ഘടകങ്ങളാക്കുന്നു. അപ്പൊ വളരെ എളുപ്പമാണ് 10ന്റെ ഘടകമാക്കുന്നതിന്. കാരണം 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യും, നമ്മള് ഈ അംശം അതുപോലെ തന്നെ എഴുതും. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്, അംശം അതുപോലെ തന്നെ എഴുതും. ഈ 10ന്റെ ഘടകമാണോ എന്ന് നോക്കുക. 10ന്റെ ഘടകങ്ങൾ അറിയാം, ഘടകങ്ങളല്ല, 10ന്റെ കൃതികൾ നമുക്കറിയാം. 10, 100, 1000, 10000, ലക്ഷം, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 10ന്റെ കൃതികളായ 10 ആണ്. നമുക്കറിയാം 10 ആണ്. നമ്മൾ എന്ത് ചെയ്യും, എത്ര 0 ഉണ്ടെന്ന് നോക്കുക. എത്ര 0 ഉണ്ട്, ഒരു 0 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സംഖ്യയുടെ ഏറ്റവും വലതുവശത്ത് നിന്ന് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യാ, ഇടതുവശത്തേക്ക് 100ന്റെ സ്ഥാനത്തേക്കോ 10ന്റെ സ്ഥാനത്തേക്കോ 100ന്റെ സ്ഥാനത്തേക്കോ 1000ന്റെ സ്ഥാനത്തേക്കോ മാറാം. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു 0 ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലതുവശത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടതുവശത്തേക്ക് ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നു. അതായത് 1/10 സമയം എത്രയാണ്, 0.1. മറ്റൊരു നോക്കാം, 125/100. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഛേദം ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യാണ്, സംഖ്യ മാത്രം എഴുതാണ്. സംഖ്യ മാത്രം എഴുതി ഇനി ഛേദത്തിൽ എത്ര 0 ഉണ്ടെന്ന് നോക്കും. 100 എത്ര 0 ഉണ്ട്, 2 0 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും വലതുവശത്ത് നിന്ന് ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഇടതേക്ക് മാറി വരും. 1, 2, അതായത് 1.25 എന്ന് കിട്ടും. മറ്റൊന്ന് നോക്കാം, 375/10. നമ്മൾ എന്ത് ചെയ്യും, 375 അതുപോലെ എഴുതി. എത്ര സ്ഥാനം, 10 ആണ്. ഇപ്പൊ എത്ര സ്ഥാനം മാറണം, ഒരു സ്ഥാനം മാറണം. എന്ത് ചെയ്യുന്നു, വലതു നിന്ന് ഇടതുവശത്തേക്ക് ഒരു സ്ഥാനം, 37.5. മറ്റൊരു ഉദാഹരണം,
12,575/1000. നമ്മൾ എന്ത് ചെയ്യും? സംഖ്യ അതുപോലെ എഴുതും. 12,575. എത്ര സ്ഥാനം മാറ്റണം? 1000 ആകുമ്പോ 1, 2, 3 സ്ഥാനം. എന്ത് ചെയ്യുന്നു? വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് 1, 2, 3. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 12.575. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് എന്താണ്? 10ന്റെ ഛേദങ്ങള് വളരെ എളുപ്പം കിട്ടി. ഇവിടെ ആയിരുന്നപ്പോ 10ന്റെ ഛേദമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഭാഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ 10ന്റെ ഛേദങ്ങളായിട്ടല്ല വരുന്നതെങ്കിൽ നമ്മള് എങ്ങനെ 10ന്റെ ഛേദമാക്കി ചെയ്യാം? അപ്പൊ 10ന്റെ ഛേദം കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 10ന്റെ കൃതികള് എങ്ങനെ ഛേദമാക്കി എടുക്കാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം 10ന്റെ കൃതികള് 10, 100, 1000, 10,000. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 4 മാത്രം എടുക്കുകയാണ്. നമുക്കറിയാം 10ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാത്തിനും പൊതുവായിട്ട് 1 ഉണ്ടാകും. അപ്പൊ നമ്മള് 10ന്റെ ഘടകങ്ങളായിട്ടുള്ള 1 അതിനെ അങ്ങ് ഒഴിവാക്കുന്നു. ബാക്കി എത്രയൊക്കെയാണ്? 2ഉം 5ഉം ആണ്. പിന്നെ ഉള്ളത് എത്ര തന്നെയാണ്? 10 തന്നെയാണ്. അപ്പോ 2, 5, 10 ആണ്. 100ന്റെ ആകുമ്പോ ഏത് വരും? 2 വരും, 5 വരും, 20 വരും, 25 വരും, 50 വരും, 100 വരും. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നിലും എന്ത് ചെയ്യുന്നു? 5ന്റെ ഗുണിതങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ഒരു ബേസ് എന്നുള്ള നിലയിൽ നമ്മൾ ആരെ മാത്രം എടുക്കുന്നു? 10നെ മാത്രം എടുക്കുകയാണ്. അപ്പൊ 10നെ എടുക്കുമ്പോ 10 ഒഴിവാക്കാം. ബാക്കി ആരൊക്കെ? 2ഉം 5 ഘടകങ്ങളാണ്. അതായത് 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ എങ്ങനെ നമുക്ക് എളുപ്പമാർഗത്തിൽ എന്ത് ചെയ്യാം? 10ന്റെ കൃതികൾ ഛേദത്തിലേക്ക് എത്തിക്കാൻ നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 1/2. അതായത് 1/2 ഉണ്ടെങ്കിൽ 1/2ലെ 2 എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ ഛേദത്തിലേക്ക് എത്തിക്കണം. നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയില് മാറ്റം ഉണ്ടാകണമെങ്കിൽ അംശത്തെയും ഛേദത്തെയും പൊതുവായ ഒരു സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദം 10 ആകുന്നതിന് വേണ്ടി. അപ്പൊ 2 ആണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? ഒരു 5 ഉൾപ്പെടുത്തിയാൽ മതി. 2 ഉണ്ടെങ്കിൽ അതിനകത്തൊരു 5 ഉൾപ്പെടുത്തിയാൽ മതി. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. എന്ത് ചെയ്യും? ഛേദത്തെ 2നെ എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ ഛേദത്തെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? അംശത്തെയും അതുപോലെ, അതായത് അംശമായ 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 × 5 = 5/10. ഇനി 10 ഛേദമായ ഭിന്നസംഖ്യയെ ദശാംശമാക്കാൻ എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്താൽ മതി? ഛേദമല്ല, അംശം അതുപോലെ തന്നെ എഴുതുക. വലതുവശത്ത് ഇടത്തേക്ക് എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുക? കുത്തിടുക. അതായത് വലതുവശത്ത് നിന്ന് ഒരു സ്ഥാനം മാറി. ഇപ്പം 0.5. ഇനി 1/8 മറ്റൊരു ഉദാഹരണമാണ്. 1/8. 1/8 വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു 2ഉം 5ഉം ആയിരുന്നപ്പോ ഇവിടെ 2 ആയതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 2 ഉണ്ടോ? അപ്പൊ നമുക്ക് 2 ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 അതിനകത്തുനിന്ന് കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 8നെ ഘടകക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഘടകങ്ങളാക്കി എഴുതുന്നു. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 കൊണ്ട് ഭാഗിക്കുന്നു. എത്ര കിട്ടും? 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 8നെ നമുക്ക് 2 × 2 എന്ന ഫോർമാറ്റിലോട്ട് മാറ്റാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 2 × 2 അല്ലെ? അപ്പൊ 2 × 2 ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഘടകങ്ങളായിട്ടുള്ള 2ലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ 2ലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ആയതുകൊണ്ട് ഒരു 5നെ ഉൾപ്പെടുത്തി. നമുക്കിവിടെ എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. അപ്പൊ 3 2 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3 5ന്, അതായത് ഈ 2കൾ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? 10കളാക്കി മാറ്റുകയാണ്. അപ്പൊ അതായത് 1/2 ഒരു 5 കൊടുക്കുന്നു, ഈ 2 ഒരു 5 കൊടുക്കുന്നു, ഈ 2 5 കൊടുക്കുന്നു. അതായത് അപ്പോൾ എത്ര 5 കൊടുത്തു? 1 2 3. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് മുകളിലും എത്ര 5 കൊണ്ട്? 3 5 കൊണ്ട് ഗുണിക്കും. അപ്പൊ അതായത് അംശം എങ്ങനെ വരും? 5 × 5 25, 25 × 5 125,
5. അപ്പൊ 125 ഡിവൈഡഡ് ബൈ ചെയ്തവും ഗുണിച്ചു നോക്കാൻ തന്നെ പറയാൻ കാര്യം ഇതൊരു 10, ഇതൊരു 10, ഇതൊരു 10. 3 10കൾ തമ്മിൽ ഗുണിക്കുകയാണ്. 3 10കൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 1 എത്ര 0 ഉണ്ടോ? 3 10 ആണ്. അപ്പൊ 3 0 അടി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? 125 ആണ്. എത്ര സ്ഥാനം മാറ്റണം? 1000 ആണ്. 3 സ്ഥാനം മാറ്റണം. 1 2 3. അപ്പൊ എത്ര കിട്ടും? 0.125. മറ്റൊരു എക്സാമ്പിൾ ആയ 1/4 പോവാണ്. അപ്പൊ 1/4 പകരം ഛേദത്തിൽ അംശത്തില് 3 വരെയാണ്. 4 3. നമ്മൾ എന്ത് ചെയ്യും? 4നെ ഘടകങ്ങളാക്കി നോക്കും. 4ലെ ഘടകങ്ങളാക്കുമ്പോ 2 2 എന്താണ് 1 വരെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ഗുണനം 2. അപ്പൊ നമുക്കറിയാം 2 2 ഉണ്ടെങ്കിൽ എത്ര ഉൾപ്പെടുത്തണം? 5 2കളെ ഉൾപ്പെടുത്തണം. അതായത് 3 ഇപ്പൊ 2 × 2 നമ്മുടെ 7ാം ക്ലാസ്സില് വർഗവും വർഗമൂലം എന്ന് പറയുന്ന പാഠത്തില് പഠിച്ചിട്ടുണ്ട് നമ്മള് കൃത്യങ്ങളെ പറ്റി. അതായത് 2നെ 2 കൊണ്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2ന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5ന്റെയും സ്ക്വയർ. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 5 2 ഉൾപ്പെടുത്തി. മുകളിലും എന്ത് ചെയ്യണം? 5ന്റെ സ്ക്വയർ കൊണ്ടുവരും. അതായത് 3 × 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ഇനി ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. 2 × 5 എത്രയാണ്? 10 സ്ക്വയർ അല്ലെ? അതായത് 75/100 സമയം എത്ര കിട്ടും? 0.75. അപ്പോ ഇത് വളരെ എളുപ്പത്തിൽ 2 വന്ന് ചെയ്ത കാര്യങ്ങളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് 1/5. 1/5 വന്നപ്പോ നേരത്തെ എന്ത് ചെയ്തു? 2 ആയിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇവിടെ ആരാ വന്നേക്കുന്നത്? 5. അപ്പൊ 2നോടൊപ്പം 10ന്റെ ഘടകമായി ഉണ്ടായിരുന്ന ആരായിരുന്നു? 5 ആയിരുന്നു അല്ലെ? അപ്പൊ നമ്മള് 1/2 നോക്കി, 1/4 നോക്കി. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? 1/5 അല്ലെങ്കിൽ 2 ഛേദമായി നോക്കി, 4 ഛേദമായി നോക്കി, 5 ഛേദമായി നോക്കി. നമ്മൾ എന്ത് ചെയ്യാണ്? 5 വരുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കാര്യത്തെ തിരിച്ചുപയോഗിച്ചാൽ മതി. നേരത്തെ 2 വന്നപ്പോ നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചു? 5 ഉപയോഗിച്ചു. ഇവിടെ 5 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? 2 ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക്. 1/5 ഗുണനം 2. മുകളിലും 2 താഴെയും 2 കൊണ്ട് ഗുണിക്കുക. അതായത് 2/10 സമയം എത്ര സ്ഥാനം മാറ്റണം? 1 സ്ഥാനം. അപ്പൊ എത്ര കിട്ടും? 0.2. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നു? 2 വന്നാൽ 5 ഉൾപ്പെടുത്തുന്നു, 5 വന്നാൽ 2 ഉൾപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് 2 5 വരുത്തുന്നത്? ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 10ന്റെ ഘടകങ്ങളാണ് ആരെന്ന് പറയുന്നത്? 2ഉം 5ഉം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ 1/ അല്ലെങ്കിൽ 7/25. എങ്ങനെ ചെയ്യും നമ്മൾ? 7/25 5നെ നമ്മൾ 25നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഘടകങ്ങൾ 2ന്റെയോ 5ന്റെയോ ഗുണകങ്ങളായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുന്നു. അതായത് 7/25 നമുക്കറിയാം എത്രയാണ്? 5 ഗുണനം 5. അതായത് എത്ര ഉൾപ്പെടുത്തണം? 2 എണ്ണം. അതായത് മുകളിൽ നമ്മള് 2 2 ഉൾപ്പെടുത്തണം, താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 2 ഉൾപ്പെടുത്തുന്നു. അപ്പൊ 2 2 ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 2ന്റെ സ്ക്വയർ എഴുതിയത്. 3 2 ആയിരുന്നെങ്കിൽ 2ന്റെ ക്യൂബ് എഴുതിയേന. 4 ആയിരുന്നെങ്കിൽ 2/4 എഴുതിയേന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 × 7 എത്ര കിട്ടും? 28. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 × 2 10. 10ന്റെ സ്ക്വയർ അല്ലെ? അതായത് 10ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 100 ആണ്. അപ്പൊ 2 സ്ഥാനം മാറണം. 0.28 അല്ലെ? വളരെ സിമ്പിൾ ആയിരുന്നു. 5ഉം 2ഉം വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1/2 നോക്കി, 1/4 നോക്കി, 1/5 നോക്കി, 1/6 നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ എക്സാമ്പിളിലേക്ക് പോവാണ്. ആരാ? 1/6 ഘടകം ചെയ്യുന്നു. 6 നമ്മൾ 2 കൊണ്ട് ഭാഗിക്കുന്നു. എത്ര കിട്ടും? 3 കിട്ടും. ഇനി 2 കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് 3 കൊണ്ട് 1. അതായത് നമുക്ക് എന്തെന്ന് കിട്ടും? 1/2 ഗുണനം 3 ലഭിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 2നെ 10 ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. പക്ഷേ 3നെ 10ന്റെ കൃതിയിലേക്ക് ഏതെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കുക.
3 ഗുണനം 3 9. അടുത്ത സംഖ്യ 4 കൊണ്ട് ഗുണിക്കുമ്പോ എത്രയായി? 12 ആയി. അപ്പൊ 3നെ നമുക്കൊരു പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ച് എത്രയാക്കാൻ പറ്റത്തില്ല? 10 ആക്കാൻ പറ്റത്തില്ല. 3നെ 100 ആക്കാൻ നോക്കുമ്പോ 3 ഗുണനം 33 എത്രയെന്ന് കിട്ടും? 99. അടുത്ത പൂർണ്ണസംഖ്യ 34 കൊണ്ട് ഗുണിക്കുമ്പോ എത്രയെന്ന് കിട്ടും? 102 കിട്ടും. അതായത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോ നമുക്ക് ഒരിടത്തും 10 ആയിട്ടോ 100 ആയിട്ടോ 1000 ആയോ 10,000 ആയോ ലക്ഷമായോ 10 ലക്ഷമായോ കോടിയായോ ഒരു 10ന്റെ കൃതികളും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യും? അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിലെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ നൽകിയിട്ടുണ്ട്. അപ്പോ ആ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്വയം കണ്ട് മനസ്സിലാക്കി ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ചെയ്യാൻ ശ്രമിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് മുഖാന്തരമോ ഫോൺ വഴിയോ എന്തായാലും നമ്മളോട് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആ എക്സസൈസ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 3 ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ദശാംശ സംഖ്യയിലേക്ക് കടക്കാമെന്നുള്ള കാര്യവുമായി നമുക്ക് മറ്റൊരു ക്ലാസ് കാണാം.